students. I am Shibu, vocational teacher in accounting and taxation, Government Model Vocational Higher Secondary School, Vengara. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഫണ്ടമെന്റ്സ് ഓഫ് ടാലി ERP ജനറൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. തുടർച്ചയായിട്ടുള്ള ഫീച്ചേഴ്സ് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ഫീച്ചേഴ്സും ഇൻവെന്ററി ഫീച്ചേഴ്സും ആണ്. അതിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. നിങ്ങൾക്കറിയാം, ടാലി ERP9 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന സവിശേഷമായ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന ഫീച്ചർ നോ അക്കൗണ്ടിങ് കോഡ് എന്നുള്ളതാണ്. അതായത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറായ ടാലി ERP9 ഒരു തരത്തിലുള്ള അക്കൗണ്ടിങ് കോഡും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ അക്കൗണ്ടിങ് കോഡ് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ ലെഡ്ജറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ആ കോഡ് ഉപയോഗിച്ചിട്ടാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഈ യൂസർ അക്കൗണ്ടിങ് കോഡും കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ടാലി ERP9 അങ്ങനെ കോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ലെഡ്ജറിന്റെ പേര് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് പ്രവേശിച്ച് ആവശ്യമായ ട്രാൻസാക്ഷൻസ്, ആവശ്യമായ എൻട്രീസ് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റുന്നതിനുള്ള ഒരു സവിശേഷത കൂടിയായിട്ട് നമുക്ക് പരിഗണിക്കാം. സോ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നോ അക്കൗണ്ടിങ് കോഡ് ഇൻ ടാലി ERP9. അൺലൈക്ക് അതർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്, നോ accounting codes are used. Okay. Second point, unified ledgers. Unified ledgers എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, we record transactions only through voucher entry mode. No other process is required for recording transactions in Tally ERP9. Okay. അതായത് നമ്മുടെ ട്രാൻസാക്ഷൻസ് ജസ്റ്റ് ജേണൽ എൻട്രി എടുക്കുക മാത്രമേ ഉള്ളൂ. അവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട് ടാലി ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ അത് അവസാനിപ്പിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല, ക്യാരി ഫോർവേഡ് വേണ്ട, ടോട്ടലിംഗ് വേണ്ട, ബാലൻസിങ് വേണ്ട, ഒന്നും തന്നെ വേണ്ട. എല്ലാ സംഗതികളും ആര് തന്നെ ചെയ്യും? സിസ്റ്റം തന്നെ, ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് യൂണിഫൈഡ് ലെഡ്ജേഴ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയാം. സെക്കൻഡ് ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് യൂണിഫൈഡ് ലെഡ്ജേഴ്സ്. ഓക്കെ. തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ആൻഡ് കോംപ്രിഹെൻസീവ് അക്കൗണ്ടിങ്. Bookkeeping, as you know, recording transactions systematically in a set of books on the basis of supported documentary evidences. Okay. നമ്മൾ സപ്പോർട്ടഡ് ഡോക്യുമെന്ററി എവിഡൻസസ് ഉദ്ദേശിക്കുന്നത് ഇൻവോയ്സുകളായിരിക്കാം, വൗച്ചേഴ്സ് ആയിരിക്കാം, ബില്ലുകളായിരിക്കാം, അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ടാലി ERP9 നമ്മൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പ്രൊഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സോഴ്സ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൗച്ചർ എൻട്രി നടത്താൻ പറ്റും. ഇവിടെ സോഴ്സ് ഡോക്യുമെന്റ്സ് ഉണ്ട്, സപ്പോർട്ട്, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലെ ബുക്ക് കീപ്പിംഗ് ആക്ടിവിറ്റീസ് അവിടെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക്, ഡേ ബുക്ക്, അതുപോലെ ഡിഫറെന്റ് ലെഡ്ജേഴ്സ്, പർച്ചേസ് ലെഡ്ജർ, സെയിൽസ് ലെഡ്ജർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ലെഡ്ജറുകൾ ഒക്കെ ബുക്ക് കീപ്പിംഗിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ടാലിയിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ട്രയൽ ബാലൻസിന് ശേഷമുള്ള ആക്ടിവിറ്റീസിൽ അക്കൗണ്ടിങ് ആണ്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട്സ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കോംപ്രിഹെൻസീവായ അക്കൗണ്ടിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് മാത്രമല്ല, കോംപ്രിഹെൻസീവ് അക്കൗണ്ടിങ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ടാലി ഈസ് ഫെസിലിറ്റി ഫോർ ബുക്ക് കീപ്പിംഗ് ആൻഡ് കോംപ്രിഹെൻസീവ് അക്കൗണ്ടിങ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ് മൾട്ടി കറൻസി അക്കൗണ്ടിങ്. അതായത് ഓർഗനൈസേഷൻസ് having different branches or subsidiary companies at different countries, they deal with their own currencies. ആ രാജ്യങ്ങളിലുള്ള കറൻസീസ് ആയിട്ടായിരിക്കുന്ന ട്രാൻസാക്ഷൻസ് നടത്തുക. അപ്പോൾ ഡിഫറെന്റ് കറൻസീസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കറൻസീസ് എല്ലാം തന്നെ നമുക്ക് ഈ ടാലിയിൽ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ടാലി അതിനുള്ള ഫെസിലിറ്റി തരുന്നുണ്ട്. അത്തരത്തിലുള്ള ആ കറൻസി ഉപയോഗിച്ച് തന്നെ നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, എക്സ്ചേഞ്ച് റേറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് കോമൺ കറൻസിയിലേക്ക് കൊണ്ടുവന്നിട്ട് അക്കൗണ്ട്സ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്യാനും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോർത്ത് ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നത് മൾട്ടി കറൻസി അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ദെൻ ഫിഫ്ത്ത് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രിന്റിംഗ് ഫെസിലിറ്റി. നമുക്ക് എവരി ലെഡ്ജർ ഓർ financial statements can be printed
ഫ്രം ടാലി സോഫ്റ്റ്വെയറിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ലെക്ചറുകളും റിപ്പോർട്ട്സുകളും പ്രിന്റ് എടുക്കാം. നമുക്ക് ഏതൊരു സോഫ്റ്റ്വെയറിൽ നിന്ന് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പോലെ തന്നെ ടാലി ആ ഒരു ഫെസിലിറ്റി കൂടി ഓഫർ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ അക്കൗണ്ട്സ് എല്ലാം ഫൈനലൈസ് ചെയ്ത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഹാർഡ് കോപ്പീസ് പ്രിന്റഡ് ഫോംസിൽ എടുത്ത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് സവിശേഷമായിട്ട് ഒരു ഫെസിലിറ്റി ഇവിടെ പ്രിന്റിങ്ങിനകത്ത് പറയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതായത് ഡിഫറെന്റ് ബാങ്ക്സിന്റെ ചെക്കിന്റെ ഫോർമാറ്റ് ഡിഫറെന്റ് ആയിരിക്കും. ആ ചെക്ക് ഫോർമാറ്റിൽ നമുക്ക് ഇന്റർനെറ്റ് വഴി ആക്സസ് ചെയ്തുകൊണ്ട് വൗച്ചർ എൻട്രീസ് ഇടുന്ന സമയത്തിന് എന്ത് ചെയ്യാം, ആ ഡാറ്റ എൻട്രി ചെയ്തുകൊണ്ട് ചെക്ക് കൂടെ പ്രിന്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് കൂടി. ചെക്ക് പ്രിന്റിംഗ് ഫെസിലിറ്റി വിത്ത് യൂഷ്വൽ പ്രിന്റിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ in Tally ERP9. And final point is bank reconciliation. ബാങ്ക് റെക്കൺസിലേഷൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ മാനുവൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ടാലി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് റെക്കൺസിലേഷൻ നടത്താനുള്ള ഒരു ഫെസിലിറ്റി തരുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടൻസ് സാധാരണ ചെയ്യുന്ന ഒരു ജോലിയാണ് ബാങ്ക് റെക്കൺസിലേഷൻ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സിനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒത്തുനോക്കിയിട്ട് അതിൽ അക്കൗണ്ട്സിന്റെ ആ കറക്റ്റ്നെസ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ബാങ്ക് റെക്കൺസിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി അവിടെ തരുന്നത്. അതിനെ ഓൺലൈനിൽ ഓഫ്ലൈനിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. ഓൺലൈനിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ട് അത് മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കൺസിലേഷൻ നടത്തുന്ന ഓപ്ഷൻസ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് മാനുവലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബാങ്ക് റെക്കൺസിലേഷൻ ഫെസിലിറ്റിയും ഒരു അക്കൗണ്ടിങ് ഫീച്ചറായിട്ട് നമുക്കിവിടെ പറയാം. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് കരുതുന്നത്. ഞാനത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫീച്ചർ നോ അക്കൗണ്ടിങ് കോഡ് എന്നുള്ളതാണ്. സെക്കൻഡ് ഫീച്ചർ യൂണിഫൈഡ് ലെഡ്ജേഴ്സ്. തേർഡ് bookkeeping and comprehensive accounting. Fourth, multi-currency accounting. Fifth, printing facility. And finally, bank reconciliation facility. Okay, ഈ പോയിന്റ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോട്ട്സും കൂടി എഴുതി മനസ്സിലാക്കി. ഓക്കെ, നമ്മുടെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇൻവെന്ററി ഫീച്ചേഴ്സ് ആണ്. ഇൻവെന്ററി ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കുന്നതിന് ഇൻവെന്ററി എന്താണെന്ന് അറിയില്ല. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക, സ്റ്റോക്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആവാം, സ്റ്റോക്സ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, അല്ലെങ്കിൽ സ്റ്റോക്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഇതെല്ലാം മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷനുള്ള സ്റ്റോക്സ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗുഡ്സ് മർക്കൻഡൈസ് അത് മുഴുവനും സ്റ്റോക്ക് ആയിട്ട് പരിഗണിക്കാം. ഓക്കെ, ഏതൊരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ എടുത്താലും അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ എടുത്താലും അവിടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ മേജർ പോർഷനും നമ്മൾ ഈ സ്റ്റോക്കിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ഇൻവെന്ററി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ സംഗതികളൊക്കെ ടാലി ERP9 ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇൻവെന്ററി ഫീച്ചേഴ്സിനകത്ത് ടാലിയിൽ ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഫസ്റ്റ് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റോക്ക് റെക്കോർഡിംഗ് ഫോർ മൾട്ടി ലൊക്കേഷൻസ് എന്ന പോയിന്റ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് റെക്കോർഡിംഗ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചു. ബിൻ കാർഡ്, സോർസേജ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ്, അതായത് നമുക്കൊരു ബിൻ കാർഡായിട്ട് സ്റ്റോർസേജായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ആര് തരുന്നുണ്ട്, ടാലി ERP9 തരുന്നുണ്ട്. അപ്പോൾ അവിടെ അല്പം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓപ്ഷൻസ് നമുക്കുള്ളത്. അതായത് സ്റ്റോക്കിന് നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി, ഏത് കാറ്റഗറിയിൽ വരുന്നത് തിരിക്കാൻ പറ്റും. അതുപോലെ സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, എന്തൊക്കെയാണ് സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്കിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടാലി ആപ്പിൽ ഇൻവെന്ററി ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എനേബിൾ ചെയ്തിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് എത്തരത്തിലുള്ള സ്റ്റോക്കാണ്, അത് ഏത് ഗ്രൂപ്പിൽ വരും, ഏത് കാറ്റഗറിയിൽ വരും, നമുക്ക് തന്നെ സ്വയം ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ മൾട്ടി ലൊക്കേഷൻസിലുള്ള മുഴുവൻ സ്റ്റോക്കും റെക്കോർഡ് ചെയ്യാനും അത് വ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട് എടുത്ത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെക്കൻഡ് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത് വെയർഹൗസ് മാനേജ്മെന്റ് ഫോർ മൾട്ടി ലൊക്കേഷൻസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വെയർഹൗസ് മീൻസ് വെയർ സ്റ്റോക്സ് ഇൻവെന്ററീസ് ആർ സ്റ്റോർഡ്. എവിടെയാണ് ഇൻവെന്ററി നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതിനാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന സെന്ററിലാണ് വെയർഹൗസ് അല്ലെങ്കിൽ നമ്മൾ ഗോഡൌൺ എന്ന് പറയുക. അപ്പോൾ ആ വെയർഹൗസ് അല്ലെങ്കിൽ ഗോഡൌൺസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടി ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ടാലിയിൽ തന്നെ നമുക്ക് ഗോഡൌൺസ് ക്രിയേറ്റ് ചെയ്യാം. ഗോഡൌൺസ് ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ഗോഡൌണും കൂടി അതിനകത്ത് ഇൻവോൾവ് ആയി വരും. അങ്ങനെ ആകുമ്പോഴേക്കും ഓരോ ഗോഡൌണിലും ഉള്ള സ്റ്റോക്കിന്റെ അളവ് എത്രയാണ്, എത്രത്തോളം അത് വന്നിട്ടുണ്ട്, എത്ര ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ വിളിക്കുക വെയർഹൗസ് മാനേജ്മെന്റ് ഫോർ മൾട്ടി ലൊക്കേഷൻസ് എന്ന് പറയുന്ന പോയിന്റ് ഉദ്ദേശിക്കുന്നത്. തേർഡ് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ യൂണിറ്റ് മെഷേഴ്സ്. അതായത്
സ്റ്റോക്സ് മെഷർ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അതായത് ചില സ്റ്റോക്കുകൾ കിലോഗ്രാമിൽ പറയും, ചിലത് ലിറ്റേഴ്സിൽ പറയും, ചിലത് മീറ്ററിൽ പറയും, ചിലത് ബണ്ടിലായിട്ട് പറയും, ചിലത് പാക്കറ്റായിട്ട് പറയും. അത് ഡിഫറെൻറ്റ് മെഷേഴ്സാണ് എന്നിൽ ഉപയോഗിക്കുക, സ്റ്റോക്കിന് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഏത് മെഷേഴ്സ് ആണെങ്കിലും നമുക്കത് ടാലിയിൽ അക്കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ GST ഒക്കെ വന്നതിന് ശേഷം അതിനകത്ത് യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ലിങ്ക് തന്നെ അതിനകത്ത് നമ്മൾ ഇൻവെന്ററി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ യൂണിറ്റ് ഓഫ് മെഷേഴ്സും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റോക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് തരത്തിലുള്ള യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ടാലി തരുന്നുണ്ട്. ഓക്കെ, ഫോർത്ത് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റോക്ക് മൂവ്മെന്റ്, റെക്കോർഡ് സ്റ്റോക്ക് മൂവ്മെന്റ് ആൻഡ് സ്റ്റോക്ക് ഏജിങ് എന്നുള്ളതാണ്. സ്റ്റോക്ക് മൂവ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇൻവേർഡ് ആവാം, അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആവാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു, അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സെയിൽ ഔട്ട് നടത്തുന്നു, അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മൂവ്മെന്റ്സും, അത് മാത്രമല്ല ഇന്റർ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെ എല്ലാം അക്കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ സ്റ്റോക്കിന്റെ ഏജിങ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസും ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഏജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് വന്നിട്ട് അത് ഐഡിലായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, 6 മാസമായിട്ട് സ്റ്റോക്ക് മൂവ്മെന്റ് ഇല്ല, സ്റ്റോക്ക് ഐഡിലായിട്ടിരിക്കണം, അല്ലെങ്കിൽ 1 വർഷമായിട്ട് സ്റ്റോക്ക് ഐഡിലായിട്ടിരിക്കണം. ഇങ്ങനെയുള്ള സ്റ്റോക്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് ഭാഗമായിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യാനായിട്ട് മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഒരു ഫീച്ചർ കൂടി ടാലി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് റെക്കോർഡ് സ്റ്റോക്ക് മൂവ്മെന്റ് ആൻഡ് സ്റ്റോക്ക് ഏജിങ് എന്ന പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് ഇൻവെന്ററി ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റോക്ക് വാല്യൂഷൻ ആണ്. മൾട്ടിപ്പിൾ ടൈപ്പിലുള്ള സ്റ്റോക്ക് വാല്യൂഷൻ ടാലി ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡോ, അല്ലെങ്കിൽ എന്താണ് ആവറേജ് സ്റ്റോക്ക് പ്രൈസ് മെത്തേഡോ, ഫിഫോ മെത്തേഡിലോ, ലിഫോ മെത്തേഡിലോ, വെയ്റ്റഡ് ആവറേജ്, സിമ്പിൾ ആവറേജിലൊക്കെ നമുക്ക് സ്റ്റോക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ടാലി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ആ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഇൻവെന്ററി ഫീച്ചർ ആയിട്ട് പറയുന്നത് ഫിക്സിംഗ് വേരിയസ് സ്റ്റോക്ക് ലെവൽസ് എന്നുള്ളതാണ്. ഫിക്സിംഗ് വേരിയസ് സ്റ്റോക്ക് ലെവൽസ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ സ്റ്റോക്ക് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഡിഫറെന്റ് ലെവൽസ് ഓഫ് സ്റ്റോക്ക് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. മിനിമം ലെവൽ, മാക്സിമം ലെവൽ, റീഓർഡർ ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ഡേഞ്ചർ ലെവൽ, ഇങ്ങനെ വ്യത്യസ്ത ലെവലുകൾ മാനുവലി കണ്ടുപിടിക്കാൻ പഠിച്ചു. അത്തരത്തിലുള്ള ലെവൽ ഫിക്സേഷൻ ഒക്കെ തന്നെ നമുക്ക് ടാലിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമായ ഇൻപുട്ട് അവിടെ കൊടുത്താൽ മതി. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടത്? അതായത് റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്, മിനിമം യൂസേജ് ഓർ നോർമൽ യൂസേജ് എത്രയാണ്, മാക്സിമം യൂസേജ് എത്രയാണ്, അതിൽ ഡെലിവറി ടൈം, മിനിമം ടൈം എത്ര, മാക്സിമം ഡെലിവറി ടൈം എത്ര, ഇങ്ങനെയുള്ള ഇൻപുട്ട് ഡീറ്റെയിൽസ് നമ്മൾ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽസ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കലി വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് കണ്ടെത്താനുള്ള ഓപ്ഷൻസ് കൂടി ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെന്ററി ഫീച്ചേഴ്സ് ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്യാം, പോയിന്റുകൾ മാത്രമായിട്ട് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് റെക്കോർഡിംഗ് ഫോർ മൾട്ടി ലൊക്കേഷൻസ്. ഇതാണ് സ്റ്റോക്ക് റെക്കോർഡിംഗ് ഫോർ മൾട്ടി ലൊക്കേഷൻ. സെക്കൻഡ്, വെയർഹൗസ് മാനേജ്മെന്റ് ഫോർ മൾട്ടി ലൊക്കേഷൻസ്. സെക്കൻഡ് എന്താണ്? വെയർഹൗസ് മാനേജ്മെന്റ് ഫോർ മൾട്ടി ലൊക്കേഷൻസ്. തേർഡ്, ഫ്ലെക്സിബിൾ യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സ്. ഫ്ലെക്സിബിൾ യൂണിറ്റ്സ് ഓഫ് മെഷേഴ്സ്. ഫോർത്ത്, റെക്കോർഡ് സ്റ്റോക്ക് മൂവ്മെന്റ് ആൻഡ് സ്റ്റോക്ക് ഏജിങ്. Record stock movement and stock aging. Then fifth point, multiple stock valuation. And last point is fixing stock levels, various stock levels. ഇങ്ങനെ 6 ഫീച്ചേഴ്സ് ആണ് ഇൻവെന്ററി ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വേർഷൻസ് ഓഫ് ടാലി. ടാലിയുടെ വേർഷൻസ് എന്ന് പറയുന്നത് എന്താ മനസ്സിലാക്കേണ്ടത്? ചേഞ്ച്ഡ് എഡിഷൻസ് എന്നുള്ളതാണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതുതായിട്ടുള്ള എഡിഷൻസ്. അത്തരത്തിലുള്ള എഡിഷൻസ് ടാലിയിൽ ഏതൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുക. ഫസ്റ്റ് എഡിഷൻ ഓഫ് അല്ലെങ്കിൽ ഫസ്റ്റ് വെർഷൻ ഓഫ് ടാലി എന്ന് പറയുന്നത് 4.5 ആണ്. ഈ 4.5 എന്ന് പറയുന്ന വേർഷൻ MS DOS പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ടാണ് അന്ന് ചെയ്തത്. ഓക്കെ, അതിനുശേഷം യൂസേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് ഈ സോഫ്റ്റ്വെയറിൽ ഒരുപാട് മാറ്റങ്ങൾ ഓരോ സമയം അനുസരിച്ചിട്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ആ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ വെർഷൻസ് ആയിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4.5 ആണ് ഫസ്റ്റ് വെർഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് 5.4, then 6.3, 7.2, 8.1, 9 and finally
ടാലി ERP9. ഇപ്പോൾ ടാലി ERP9 നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഈ വെർഷൻസിന്റെ പേര് ഇത് കേട്ടാൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു 9ന്റെ മൾട്ടിപ്പിൾസ് പോലെയാണ് വരുന്നത് അല്ലേ. അതായത് 45, 54, 63, 72, 81, 90 ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോഴേക്കും അതിൽ നിന്ന് മനസ്സിലായി എന്താണത് വെർഷൻസിന്റെ ഒരു സീക്വൻസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ എക്സാമിനേഷൻ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ ഫസ്റ്റ് വെർഷൻ ഓഫ് ടാലി ERP9 അങ്ങനെ ചോദിക്കും. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം 4.5. അതല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഏതെങ്കിലും ഒരു 3 ടാലിയുടെ വെർഷനും ഈ ടാലിയുടെ വെർഷൻ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് ചേർത്തിട്ട് ഫൈൻഡ് ഓഡ് വൺ ഔട്ട്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് പ്രതീക്ഷിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ടാലിയുടെ വെർഷനുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് റിക്വയർമെന്റ് ഫോർ ഇൻസ്റ്റാളിംഗ് ടാലി. റിക്വയർമെന്റ് ഫോർ ഇൻസ്റ്റാളിംഗ് ടാലി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ടാലി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്, ഇതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അത് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ ആ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ഫസ്റ്റ് റിക്വയർമെന്റ്, ബേസിക് റിക്വയർമെന്റ് പറയുന്നത് ഒരു സിസ്റ്റം ഉണ്ടാവുന്ന ആ സിസ്റ്റത്തിന്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇന്റൽ 80586 അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഉണ്ടാവണം. അതുപോലെ അതിന്റെ റാം എന്ന് പറയുന്നത് 256 MB എങ്കിലും ഉണ്ടായിരിക്കണം. അതിന്റെ സ്റ്റോറേജിനെ കുറിച്ച്, ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുന്നത് 40 MB എങ്കിലും സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ബേസിക് റിക്വയർമെന്റ്സ്. എന്നാൽ ടാലി കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് ഇന്റൽ പെന്റിയം 4 എങ്കിലും മിനിമം പ്രോസസ്സർ ആയിട്ട് ഉപയോഗിക്കണം, അതോ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള പ്രോസസ്സർ നമ്മൾ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതിന്റെ റാമിനെ കുറിച്ച് പറയുന്നത് 32 ബിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് വരുന്നതെങ്കിൽ അവിടെ 1 GB റാം ഉപയോഗിക്കണം. എന്നാൽ 64 ബിറ്റാണ് വരുന്നതെങ്കിൽ 4 GB റാമെങ്കിലും ഉപയോഗിക്കണമെന്നാണ് കമ്പനി സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അതിന്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുന്നത് 150 MB. നേരത്തെ നമ്മൾ ബേസിക് റിക്വയർമെന്റ് 40 MB പറഞ്ഞെങ്കിൽ ഇവിടെ അവർ പറയുന്നത് 150 MB എങ്കിലും വേണം എന്നുള്ളതാണ്. അതിൽ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ ബേസിക് റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വിൻഡോസ് 98 അതിന് മുകളിലുള്ളതോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന വിൻഡോസ് 98, വിൻഡോസ് XP, അതുപോലെ വിൻഡോസ് 2000, വിൻഡോസ് 2003, വിൻഡോസ് വിസ്റ്റ തുടങ്ങിയ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ടാലി വർക്ക് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്, സ്റ്റെപ്സ് ഫോർ ഇൻസ്റ്റാളിംഗ് ടാലി. ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ നടപടിക്രമങ്ങളിൽ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓഫ്ലൈനിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടാലിയുടെ CD പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിന്റെ സ്റ്റെപ്സ് അവിടെ എഴുതാൻ മതി. എന്നാൽ ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ടാലി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓൺലൈൻ ഇൻസ്റ്റലേഷൻ ആണ്. ഇപ്പോൾ ടാലിയുടെ പേയ്മെന്റ്, ടാലി എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പേയ്മെന്റ് ഓൺലൈനായിട്ട് തന്നെ അടച്ചുകൊണ്ട് ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മെയിലിലേക്ക് എന്ത് വരും, ആ സോഫ്റ്റ്വെയറിന്റെ സീരിയൽ നമ്പറും ലൈസൻസ് നമ്പറും ഒക്കെ കമ്പനി അയച്ചു തരും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ നമ്പറും കൂടി അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ അത് സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആവും. ഇത്രയുള്ള അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടാലി ലൈസൻസിങ് എന്നുള്ളതാണ്. ടാലി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ടാലി യൂസ് ചെയ്യാനുള്ള ലൈസൻസ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് ലൈഫ് ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ലൈഫ് ടൈമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അപ്ഡേഷൻസ് ലഭിക്കണമെങ്കിൽ ആനുവൽ ലൈസൻസ് ഫീസ് കൂടി അടച്ചുകൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് വഴി അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ലൈസൻസിങ്ങിൻ്റെ ഫീച്ചർ നമുക്ക് കാണുന്നതിനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഗേറ്റ്വേ ഓഫ് ടാലി പോവുക, ഗേറ്റ്വേ ഓഫ് ടാലി, ദെൻ F12 കോൺഫിഗറേഷൻ, ലൈസൻസിങ് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. F12 കോൺഫിഗറേഷൻ ലാസ്റ്റ് ഭാഗത്ത് ലൈസൻസിങ് ഫീച്ചറുണ്ട്. ആ ലൈസൻസിങ് എന്ന് പറയുന്ന ഫീച്ചർ എൻ്റർ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു വിൻഡോ കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് ആക്ടിവേറ്റ് ലൈസൻസ്, റീആക്ടിവേറ്റ് ലൈസൻസ്, അതുപോലെ തന്നെ റെൻ്റൽ ലൈസൻസ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. അത് ഏതാണ് വേണ്ടത് അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഏരിയ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗേറ്റ്വേ ഓഫ് ടാലി ആൻഡ് സ്ക്രീൻ കമ്പണൻസ് ഓഫ് ടാലി ERP9 എന്നുള്ളതാണ്. അപ്പോൾ ഗേറ്റ്വേ ഓഫ് ടാലി എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ്, അതായത് ടാലി യൂസ് ചെയ്യുന്ന ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന സ്ക്രീനാണ് ഗേറ്റ്വേ ഓഫ് ടാലി. അപ്പോൾ ആ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ ഉള്ള സ്ക്രീൻ കമ്പണൻസ്, എന്തെല്ലാം കമ്പണൻസ് ആണ് ആ സ്ക്രീനിൽ കാണുന്നതെന്നാണ് നമ്മൾ പഠിക്കുക. ഏറ്റവും ടോപ്പിലായിട്ട്
ടൈറ്റിൽ ബാർ ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് പേര് ടാലി ERP9 എന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ഒരു ബാർ ഉണ്ട്. അതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ ഉണ്ട്. ഹൊറിസോണ്ടൽ ബട്ടൺ ബാറിനകത്ത് അതിനകത്ത് കീബോർഡിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ സപ്പോർട്ട് സെൻറ്റർ, അതുപോലെ കൺട്രോൾ സെൻറ്റർ, ഹെൽപ്പ് തുടങ്ങിയ ചെറിയ വിൻഡോസ് അതിനകത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ഒരു മെയിൻ ഏരിയ, നമ്മൾ ടാലിയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി ഓർ മെയിൻ ഏരിയ ഓഫ് ടാലി എന്നാണ് വിളിക്കുക. അതിനകത്ത് തന്നെ 2 പാർട്ടായിട്ട് നമ്മൾ തിരിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കറണ്ട് പീരീഡ്, കറണ്ട് ഡേറ്റ്, പിന്നെ ലിസ്റ്റ് ഓഫ് കമ്പനീസ് എന്നൊരു ലിസ്റ്റും കൂടി കാണാം. അത് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ കമ്പനി ഇൻഫോ എന്ന് പറയുന്ന ഒരു വിൻഡോയും കാണാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ബട്ടൺ പെയിൻ അല്ലെങ്കിൽ ബട്ടൺ ടൂൾ ബാർ എന്ന രീതിയിൽ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള കുറേ ബട്ടൺസ് കാണാൻ പറ്റും. ആ ബട്ടൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടാലിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പാത്താണ്. അതിൽ നമുക്ക് എൻ്റർ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് ടാലിക്കകത്തേക്ക് എന്താണോ നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാത്തായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ ബട്ടൺ എഗെയിൻ, ഹൊറിസോണ്ടൽ ബാർ എഗെയിൻ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ പ്രോഡക്റ്റിൻ്റെ പേരുണ്ടാവും. അത് കഴിഞ്ഞ് വേർഷൻസ് ആൻഡ് അപ്ഡേറ്റ്സ്, അതുപോലെ ലൈസൻസ് ആൻഡ് സർവീസ്, പിന്നെയുള്ളത് കോൺഫിഗറേഷൻ. ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് വരും. അത് നമ്മൾ ഇൻഫോ പാനൽ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ബോട്ടം പെയിൻ എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ആ ബോട്ടം പെയിൻ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാൽക്കുലേറ്റർ ഏരിയ ഉണ്ട്. കാൽക്കുലേറ്റർ ഏരിയ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടാലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാൽക്കുലേഷൻസ് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ കാൽക്കുലേറ്റർ ഏരിയ എനേബിൾ ചെയ്തുകൊണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാവുന്നതാണ്. വർക്ക് ചെയ്തിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ അവസാനമായിട്ട് ഒരു ലാസ്റ്റ് ഒരു വൈറ്റ് കളറിലൊരു ഹൊറിസോണ്ടൽ ബാറൂടെ കാണാൻ പറ്റും. അത് ശരിക്കും ടാസ്ക് ബാറാണ്. എന്ത് ടാസ്ക്കാണോ നമ്മൾ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടാസ്കിൻ്റെ പാത്ത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കും. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഡേറ്റ്, ടൈം എന്നിവയും കാണിച്ചിരിക്കും. അങ്ങനെ ടാലിയുടെ സ്ക്രീൻ കമ്പോണൻസ് ആയിട്ട് പ്രധാനമായിട്ട് 6 പാർട്സ് ആണ്, 6 കമ്പോണൻസ് ആണ് നമ്മൾ പറയുക. 1 ടൈറ്റിൽ, 2 ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, 3 മെയിൻ ഏരിയ അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ടാലി, ദെൻ ബട്ടൺ ടൂൾ ബാർസ്, പിന്നെ ബോട്ടം പെയിൻ അല്ലെങ്കിൽ ഇൻഫോ പെയിൻ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് നെക്സ്റ്റ് കാൽക്കുലേറ്റർ ഏരിയ, ലാസ്റ്റ് പാർട്ട് ടാസ്ക് ബാർ. ഇത്രയാണ് സ്ക്രീൻ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.